നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ നേരിടുന്ന രോഗവും ദുഃഖവും മാറി മനസ്സിനും ശരീരത്തിനും ദൈവിക ശാന്തി നേടാൻ ഏറ്റവും ശക്തമായ മാർഗങ്ങളിൽ ഒന്നാണ് നാരായണീയ ജപം. ഗുരുവായൂരപ്പന്റെ മഹിമ നിറഞ്ഞ ഈ ദിവ്യഗ്രന്ഥം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ജപിക്കുമ്പോൾ രോഗശാന്തി, മനസമാധാനം, ആത്മീയ ഉന്നതി എന്നീ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് ആത്മീയ പുരാണത്തിലും ഭക്താനുഭവങ്ങളിലും പറയുന്നു. അത്തരത്തിൽ നാരായണീയം നിത്യവും ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് രോഗദുരിതം. അതിനൊക്കെ പരിഹാരം എന്നോണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നാരായണീയം ജപിക്കുക എന്നത്. ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള ഭക്തിസാന്ദ്രമായ കാവ്യമാണ് നാരായണീയം. നാരായണനെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥം വരുന്ന നാരായണീയം എന്ന ഗ്രന്ഥം ഭാഗവതത്തിന്റെ സംഗീകൃത രൂപമാണ്. ഈ നാരായണീയം നിത്യവും ജപിച്ചാൽ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങളും ആപത്തുകളും അകന്നു നിൽക്കുകയും സർവ്വ ഐശ്വര്യങ്ങളും വിജയങ്ങളും പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. 18,000 ശ്ലോകങ്ങളടങ്ങിയ ഭാഗവത പുരാണത്തിന്റെ സാരാംശം 1034 ശ്ലോകങ്ങളാക്കി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എഴുതിയ സംസ്കൃത കൃതിയാണ് ഈ നാരായണീയം. ഇനി നാരായണീയത്തിന്റെ ഉത്ഭവ കഥ എന്തെന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ വ്യാകരണ ഗുരുവായ അച്യുത പിഷാരടി പക്ഷാപാതം പിടിപെട്ട് കിടപ്പിലായി. അദ്ദേഹത്തിന്റെ യാതന കാണുവാൻ കഴിയാതെ ഗുരുദക്ഷിണയായി തന്റെ യോഗശക്തിയാൽ ഭട്ടതിരി വാതരോഗത്തെ തന്റെ ശരീരത്തിലാക്കി ഗുരുവിന്റെ കഷ്ടതയകറ്റി. പിന്നീട് ഭട്ടതിരി രോഗശാന്തിക്ക് ഉപായം അന്വേഷിച്ച ഒരാളിനെ സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷാ പിതാവുമായ എഴുത്തച്ഛന്റെ അരികിലേക്ക് അയച്ചു. അദ്ദേഹം മീൻ തൊട്ടു കൂട്ടുവാൻ ഉപദേശിക്കുകയും ചെയ്തു. ഇത് കേട്ടയുടൻ ബുദ്ധിമാനായ മേൽപ്പത്തൂർ അതിന്റെ സാരം മനസ്സിലാക്കുകയും ഗുരുവായൂരപ്പ സന്നിധിയിലെത്തി മത്സ്യാവതാരം മുതലുള്ള ഭാഗവത കഥകളും കണ്ണന്റെ ലീലാവിലാസങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള നാരായണീയം എന്ന സംസ്കൃത സ്തോത്രം കാവ്യത്തിന്റെ രചന ആരംഭിക്കുകയും ചെയ്തു. 14,000 ശ്ലോകങ്ങളുള്ള ഭാഗവത പുരാണത്തെ അതിന്റെ സാരം ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ 1034 ശ്ലോകങ്ങളാക്കി ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. ഓരോ ദിവസവും ഓരോ ദശകം എഴുതിയിട്ടാണ് ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിച്ചത്. ഒടുവിൽ 100-ാം ദിവസം അദ്ദേഹത്തിന്റെ വാതരോഗം പൂർണ്ണമായി സുഖപ്പെട്ടു എന്നാണ് ഐതിഹ്യം. സമ്പൂർണ്ണ രോഗമുക്തിക്ക് നാരായണീയം ജപിക്കുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം. ശ്രീമദ് ഭാഗവതം ഒരു ദിവസം കൊണ്ട് പാരായണം ചെയ്തു തീർക്കാൻ സാധിക്കില്ല. എന്നാൽ ഭാഗവതത്തിന്റെ സാരാംശമായ നാരായണീയം ഒരു ദിവസം കൊണ്ട് തന്നെ ജപിച്ചു തീർക്കാമെന്നത് അതിന്റെ പ്രത്യേകത തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിളങ്ങുന്ന സാക്ഷാൽ പരബ്രഹ്മ മൂർത്തിയാണ് ഈ ഗുരുവായൂരപ്പൻ എന്ന പ്രകീർത്തിച്ചുകൊണ്ടാണ് 1-ാം ദശകം തന്നെ ആരംഭിക്കുന്നത്. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ദശാവതാരങ്ങളിൽ കൽക്കി ഒഴികെയുള്ള 9 അവതാരങ്ങളും കപിലൻ, നരനാരായണന്മാർ, ഋഷഭൻ, ധന്വന്തരി, മോഹിനി, ദത്താത്രേയൻ, ഭൃഗാസുരൻ എന്നീ അവതാരങ്ങളും നാരായണീയത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണം ഇതിൽ പരാമർശിച്ചിട്ടേയില്ല. ശ്രീകൃഷ്ണ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പനായി മുന്നിൽ ദർശിച്ചുകൊണ്ടാണ് സ്വർഗാരോഹണം മേൽപ്പത്തൂർ എഴുതാഞ്ഞത് എന്നാണ് വിശ്വാസം. ഇനി അടുത്തതായിട്ട് സവിശേഷ ഫലപ്രാപ്തി നൽകുന്ന നാരായണീയ ദശകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദശകം 12 വരാഹ അവതാരം. നാരായണ പ്രീതിക്കും ഉന്നത സ്ഥാനലബ്ധിക്കുമായിട്ടാണ് ജപിക്കേണ്ടത്. ദശകം 13 ഹിരണ്യാശവധം. സൽകീർത്തിക്കും ധനലാഭത്തിനും ദീർഘായുസിനുമായിട്ടാണ് ദശകം 13 ജപിക്കുന്നത്. ദശകം 16 നരനാരായണ ചരിതവും ദക്ഷയാഗവും പാപമോചനത്തിനുമായിട്ടാണ് ഈ ഒരു ദശകം ജപിക്കേണ്ടത്. ദശകം 18 പൃഥുചക്രവർത്തി ചരിതം. ഐശ്വര്യത്തിനും സന്താന സൗഭാഗ്യത്തിനുമായും വിജയലബ്ധിക്കായും ഈ ഒരു ദശകം ജപിക്കാവുന്നതാണ്. ദശകം 27 പാലാഴി മദനവും കൂർമ്മ അവതാരവും. ദശകം 28 ലക്ഷ്മി സ്വയംവരവും അമൃതോൽപത്തിയും ഉദ്ദിഷ്ട ഫലപ്രാപ്തിക്കാണ് ഈ 2 ദശകവും ജപിക്കേണ്ടത്. ദശകം 32 മത്സ്യാവതാരം. ദശകം 51 അകാസുര വധവും വനഭോജനവും. ദശകം 52 ബൽസാപഹരണവും ബ്രഹ്മഗർഭ ശമനവും. ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടാണ് ഈ 3 ദശകവും ജപിക്കേണ്ടത്. ദശകം 82 ബാണയുദ്ധവും നൃഗമോഷവും. സർവവിജയ പ്രാപ്തിക്കായിട്ടാണ് 82-ാം ദശകം ജപിക്കേണ്ടത്. ദശകം 87 കുചേലവൃത്തം. ഐശ്വര്യത്തിനും കർമ്മബന്ധ നിർമുക്തിക്കുമായിട്ടാണ് ദശകം 87 ജപിക്കുന്നത്. ദശകം 88 സന്താന ഗോപാലം. ദുഃഖ നിവാരണത്തിനും മുക്തി പ്രാപ്തിക്കുമായിട്ടാണ് ഈ ദശകം ജപിക്കേണ്ടത്. ദശകം 100 ഭഗവാന്റെ കേശാദിപാദ വർണ്ണനം.
ദീർഘായുസ്സിനും ആരോഗ്യവും സന്തുഷ്ടിയും ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ദശകം ജപിക്കുന്നത്. ജ്ഞാനകർമ്മ ഭക്തിയോഗത്തിൽ ഭക്തിമാർഗമായിരുന്നു ഭട്ടതിരിയുടേത്. ഈ ഭാവം നാരായണീയത്തിൽ ഉടനീളം പ്രകടമാകുന്നു. കൂടാതെ ഭക്തിയോഗത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി അവസാന ദശകങ്ങളിൽ പ്രത്യേകം പരാമർശിക്കുന്നുമുണ്ട്. നാരായണീയത്തിലെ പല ദശകങ്ങളും അതിന്റെ കാവ്യാത്മകത കൊണ്ട് പ്രസിദ്ധമാണ്. രാസക്രീഡ വർണ്ണന ഉൾപ്പെടുന്ന 69-ാം ദശകം, കാളിയമർദ്ദനം വർണ്ണിക്കുന്ന 55-ാം ദശകം, കൃഷ്ണ ഭഗവാന്റെയും ബലരാമന്റെയും ബാലലീല വർണ്ണിക്കുന്ന 45-ാം ദശകം, നരസിംഹാവതാരം വർണ്ണിക്കുന്ന 25-ാം ദശകം, കേശാധിപാദ്യ വർണ്ണനയുടെ അവസാന ദശകം തുടങ്ങിയവ പ്രത്യേകം എടുത്തു പറയത്തക്ക കാവ്യഭംഗിയുള്ളവയാണ്. രാമായണം, ശ്രീമദ് ഭാഗവതം എന്നിവയെ പോലെ ഭക്തർ നിത്യപാരായണത്തിന് നാരായണീയം നിത്യവും ഉൾപ്പെടുത്തുന്നു എന്നത് ഇതിലെ ഭക്തിഭാവത്തിന്റെയും ആകർഷകമായ ശൈലിയുടെയും ദൃഷ്ടാന്തമാണ്. ശ്രീകൃഷ്ണ കഥകൾക്ക് പ്രാധാന്യം നൽകി രചിച്ച കാവ്യമാണെങ്കിലും ഭഗവത്ഗീതയിലെയും ശങ്കരാചാര്യരുടെ ഭാഷ്യങ്ങളെയും മറ്റും ദർശനങ്ങളുടെ സമഗ്രമായ പരിചിന്തനവും അവസാന ദശകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാരായണീയം എന്ന വിശിഷ്ട ഗ്രന്ഥത്തെ അതിന്റെ കർത്താവായ മേൽപ്പത്തൂർ ഭട്ടതിരിയെയും ആദരിക്കുവാൻ എല്ലാ വർഷവും വൃശ്ചികം 28 ഗുരുവായൂരിൽ ദേവസ്വം നാരായണീയ ദിനമായി ആചരിക്കുന്നു. നാരായണീയം രാവിലെ ജപിക്കുന്നതാണ് അതിശ്രേഷ്ഠം. വൈഷ്ണവ ക്ഷേത്രത്തിലോ പൂജാമുറിയിലോ ശുദ്ധിയുള്ള സ്ഥലത്തോ മനസ്സും ശരീരവും ശുദ്ധിയാക്കി നാരായണീയം ജപിക്കാവുന്നതാണ്. നാരായണീയം മുഴുവനായും നിത്യവും ജപിക്കാൻ സാധിക്കാത്തവർക്ക് രോഗദുരിത ദുഃഖങ്ങളിൽ നിന്നും മോചനത്തിനായി ചില അധ്യായങ്ങളിലെ ശ്ലോകങ്ങൾ മാത്രമായും നിത്യവും ജപിക്കാൻ സാധിക്കുന്നതാണ്. ഗുരുവായൂരപ്പന് മേൽപ്പത്തൂർ നൽകിയ വിലമതിക്കാനാകാത്ത കാണിക്കയാണ് നാരായണീയം. ശാരീരികമായിട്ടുള്ള അസുഖങ്ങളെ സുഖപ്പെടുത്താൻ മാത്രമല്ല, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ മാറ്റി മനസമാധാനം കൈവരിക്കാനും നാരായണീയം ജപിക്കുന്നത് വഴി സാധിക്കുന്നതാണ്. നാരായണീയ ജപത്തിന്റെ ഗുണങ്ങൾ പലതാണ്. എല്ലാ മനുഷ്യരുടെയും രോഗങ്ങൾ സുഖപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടെയാണ് നാരായണീയത്തിലെ ഓരോ അധ്യായവും അവസാനിക്കുന്നത്. മാത്രമല്ല, വിവാഹ തടസ്സം നേരിടുന്നവർക്ക് ഈ നാരായണീയം ജപിക്കുന്നതിലൂടെ ഫലം ഉണ്ടാകുന്നതാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ വളരെയധികം അലട്ടുന്ന ഒരു പ്രശ്നമാണ് രോഗദുരിതങ്ങൾ. ഈ രോഗദുരിതങ്ങൾ കാരണം സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നു. അതുവഴി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും ഉത്തമമായ പരിഹാരമാണ് നിത്യവും നാരായണീയം ജപിക്കുക എന്നത്. നാരായണീയം ഭക്തിയോടും ആത്മവിശ്വാസത്തോടും കൂടി ജപിക്കുമ്പോൾ അത് രോഗശാന്തിക്ക് മാത്രമല്ല, ജീവിതത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ദൈവാനുഗ്രഹത്തിനും വഴിയൊരുക്കുന്നു. ഗുരുവായൂരപ്പന്റെ കരുണയിൽ ആശ്രയിച്ച് ജപിക്കുന്ന ഓരോ ശ്ലോകവും നമ്മുടെ ദുഃഖങ്ങളെ അകറ്റി മനസ്സിൽ സമാധാനവും ശരീരത്തിൽ ആരോഗ്യവും പകരുന്നു. അതുകൊണ്ട് തന്നെ നാരായണീയം ജീവിതത്തിനൊരു ദിവ്യ ഔഷധം തന്നെയാണ്. ഗുരുവായൂരപ്പന്റെ കൃപയിൽ ആശ്രയിക്കുന്നവർക്ക് ദുഃഖം ഒരിക്കലും അടുത്തു വരികയില്ല. അവിടുന്ന് നിങ്ങളെ എല്ലാവരെയും എല്ലായ്പ്പോഴും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.